മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ CPM സ്ഥാനാർത്ഥിയായിട്ട് LDF സ്ഥാനാർത്ഥിയായിട്ട് KR ജയാനന്ദ വരാൻ പോകുന്നു എന്നുള്ള കാര്യം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഷാനവാസ് പദൂർ എന്ന് പറയുന്ന മുൻ കോൺഗ്രസ്സുകാരൻ, കോൺഗ്രസ് വിട്ട് ഇടത് പാളയത്തിലേക്ക് വന്ന കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ജനകീയനായ അത്യാവശ്യം നല്ല സ്വാധീനമുള്ള ഒരു പ്രധാനപ്പെട്ട കുടുംബത്തിലെ അംഗമൊക്കെയാണ്. അപ്പോൾ ഷാനവാസ് പദൂർ മത്സരിക്കും എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നത്. അപ്പം അതേതാണ്ട് ഉറപ്പിച്ചതായിരുന്നു. പക്ഷെ അവിടെ നിന്നാണ് KR ജയാനന്ദയെ മത്സരിപ്പിക്കാൻ ഇപ്പോൾ CPM തീരുമാനമെടുത്തിരിക്കുന്നത്. KR ജയാനന്ദ എന്ന് പറഞ്ഞാൽ ഒരു തുളു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നേതാവാണ്. ഇപ്പോൾ തുളു കമ്മ്യൂണിറ്റിയിലെ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ഏതാണ്ട് പൂർണ്ണമായും BJPക്കാണ് ലഭിക്കുന്നത് എന്നുള്ളതൊരു സാഹചര്യമാണ്, മഞ്ചേശ്വരത്താണെങ്കിലും കാസർഗോഡാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഒരു തുളു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട തുളു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവിനെ മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ എന്തായാലും മുസ്ലിം വോട്ട് കിട്ടാൻ പോകുന്നില്ല CPM എന്നുള്ളതൊരു വസ്തുതയാണ്. നേരെ മറിച്ച് ഷാനവാസ് പദൂർ വരികയാണെങ്കിൽ, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ CPMൻ്റെ വോട്ടും SDPയുടെ വോട്ടും അതുകൂടാതെ തന്നെ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടൊക്കെ AKM അഷ്റഫിനെതിരെ നിൽക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ വോട്ടൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കടുത്ത ത്രികോണ മത്സരത്തിലേക്ക് മഞ്ചേശ്വരത്തിനെ മാറ്റാൻ LDFന് സാധിക്കാതെ. പക്ഷേ അവരെ സംബന്ധിച്ച് അവർ പറഞ്ഞ വിലയിരുത്തൽ അതാണ് ഏറ്റവും വലിയൊരു കോമഡി ആയിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം BJPക്ക് അത് സഹായകമാകും. K സുരേന്ദ്രൻ ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം മുസ്ലിം ഏകീകരണത്തെ ഇല്ലാതാക്കും. അതായത് ഷാനവാസ് പദൂർ വരികയാണെങ്കിൽ കുറേ മുസ്ലിം വോട്ട് UDFിലേക്ക് പോകേണ്ടത് LDFിലേക്ക് വരും. അതായത് തങ്ങൾ ജയിക്കാനോ അല്ലെങ്കിൽ തങ്ങളുടെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനോ അവർക്ക് താല്പര്യമില്ല. BJPയെ തോൽപ്പിക്കുക, K സുരേന്ദ്രനെ തോൽപ്പിക്കുക എന്നുള്ള മാത്രമാണ് അവരുടെ അജണ്ട എന്നുള്ളതാണ്.